ജീവ കുറച്ചു നേരം ആലോചന തുടർന്നു. ആഞ്ഞൊരു ശ്വാസം വലിച്ചുകൊണ്ട് അവൻ അവിടുന്ന് നേരെ കതിർ മണ്ഡപത്തിലേക്ക് നടന്നു. അപ്പോഴേക്കും എല്ലാവരും കൂടി ആരുവിനെ അണിയിച്ചൊരുക്കി ജീവയുടെ അരികിൽ കൊണ്ടിരുത്തി. ആരു പേടിയോടെ അവൻ്റെ അരികിലിരുന്നു. അവളുടെ ഹൃദയതാളം കുത്തനെ ഉയർന്നു. അവളുടെ ഇരു കൈകളും വിറകൊള്ളുന്നുണ്ടായിരുന്നു. തൻ്റെ അരികിൽ തലകുനിച്ചിരിക്കുന്ന പെണ്ണിനെ ജീവ തലചിരിച്ചൊന്നു നോക്കി. ചുറ്റുമുള്ളതൊക്കെയും വിസ്മരിച്ചു ജീവ അവളെ ഒരു വേള നോക്കി നിന്നുപോയി. അത്രയ്ക്കും ഭംഗിയായിരുന്നു അവളെ കാണാൻ. അന്നേരം അവളുടെ നോട്ടം അവനിലേക്ക് ചെന്നു. അന്നേരം ഇരുവരുടെയും മിഴികൾ തമ്മിൽ ഉടക്കി. തന്നെ ആകർഷിച്ച ആ കണ്ണുകളിൽ ഇന്നും ജീവ ആ പഴയ ഭാവം കണ്ടു. നിഷ്കളങ്കമായ ആ നോട്ടം തന്നെ വീണ്ടും എന്തൊക്കെയോ ഓർമ്മിപ്പിക്കുന്നു എന്നവന് തോന്നി. തന്നെ ഉറ്റുനോക്കുന്നവൻ്റെ ഉള്ളിൽ എന്താണെന്ന് അന്നേരം അവൾക്ക് അറിയില്ലായിരുന്നു. അവൻ്റെ തീക്ഷ്ണമായ ആ നോട്ടം താങ്ങാനാവാതെ അവനിൽ നിന്നും പേടിയോടെ അവൾ നോട്ടം മാറ്റി. മുഹൂർത്തം കഴിയുന്നതിന് മുൻപേ അങ്ങ് താലി കെട്ടിക്കോളൂ. പൂജാരി പറയുന്നത് കേട്ടതും ജീവ അവളുടെ കഴുത്തിൽ താലി ചാർത്തി. അന്നേരം അവൾ കണ്ണുകൾ അടച്ചു കൈകൾ കൂപ്പി ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു. ഒരു നുള്ളു സിന്ദൂരത്താൽ അവൻ്റെ കൈകളാൽ അവളുടെ സീമന്തരേഖ ചുവന്നപ്പോൾ അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകി. ഒടുവിൽ അഗ്നിയെ 7 തവണ വലയം ചെയ്യുമ്പോൾ ജീവയുടെ ഉള്ളിൽ എന്തൊക്കെയോ ലക്ഷ്യങ്ങളായിരുന്നുവെങ്കിൽ ആ പെണ്ണിൻ്റെ ഉള്ളിൽ തൻ്റെ ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളായിരുന്നു. പിന്നീട് ഇരുവരെയും എല്ലാവരും അനുഗ്രഹിച്ചു. പിന്നെ ഫോട്ടോ എടുപ്പായിരുന്നു നടന്നത്. എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി ജീവ എല്ലാത്തിനും നിന്നു കൊടുത്തു. ജീവേട്ട, നിങ്ങൾ തമ്മിലെ നല്ല ചേർച്ചയാണ് കേട്ടോ. ആ പുട്ടിപ്പിഷാൽ സ്നേഹിക്കാളും ആരും ആ ചേട്ടന് ചേരുന്നത്. ജീവയുടെ ചെറിയച്ഛൻ്റെ മകളായ അബി ആരുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആരുവോ ഇനി ഏട്ടത്തി എന്ന് വിളിക്കണം അല്ലേ ജീവേട്ട? മഞ്ജിമ പറഞ്ഞത് കേട്ടതും ജീവ ഒന്നും മിണ്ടിയില്ല. അല്ല, ഈ ജീവേട്ടൻ്റെ മുഖം എന്താ ഇങ്ങനെ കടന്നൽ കുത്തിയ പോലെ ഇരിക്കുന്നത്? ഒന്ന് ചിരിക്കണ്ട ജീവേട്ട എന്നും പറഞ്ഞ അനുശ്രീ അവൻ്റെ കവിൾ പിടിച്ചു വലിച്ചു. ജീവയുടെ കുഞ്ഞിപ്പെങ്ങളാണ് അവൾ. ചെറിയച്ഛൻ്റെ മകളിൽ ഏറ്റവും ഇളയവൾ. ഇപ്പോൾ 10 പഠിക്കുന്നു. സ്വന്തമായി പെങ്ങളില്ലാത്ത അവന് ഇളയച്ഛൻ്റെ മക്കളെന്ന് വെച്ചാൽ ജീവനാണ്. പക്ഷെ അവൻ ആരോടും കൂടുതൽ സ്നേഹമൊന്നും അങ്ങനെ പ്രകടിപ്പിക്കാറില്ല. ജീവേട്ടാ, ആരു ചേച്ചിയെ ഒന്ന് പിടിച്ച് കറക്കൻ്റെ ചേട്ടാ. അനു, നിനക്കൊത്തിരി കൂടുന്നുണ്ട്, ജീവ അവളെ ശാസിച്ചു. അല്ലേൽ ഒരു ഐ ലവ് യു പറഞ്ഞാലും മതിയെന്നേ, ശിവാനി പറഞ്ഞു. ഡി, നിനക്കൊക്കെ ഞാൻ പിന്നീട് തരുന്നുണ്ട്. ജീവ എല്ലാത്തിനെയും കടുപ്പിച്ച് നോക്കി. ശരി, എന്നാൽ ഏട്ടൻ ആര് ചേച്ചിയോട് ചേർന്ന് നിന്നേ. ഒന്ന് നിൽക്ക് ചേട്ടാ, എന്നിട്ടേ നമുക്കൊരു സെൽഫി എടുക്കാം എന്നും പറഞ്ഞ് ശിവാനി ഇരുവരെയും ചേർത്ത് നിർത്തി. അങ്ങനെ എല്ലാവരും കൂടി സെൽഫി എടുക്കുമ്പോഴാണ് ബാക്കിയുള്ള ആൺപിള്ളേർ കൂടി വരുന്നത്. അങ്ങനെ ഫോട്ടോ എടുപ്പ് കഴിഞ്ഞു. എല്ലാവരും കൂടി സദ്യ കഴിക്കാൻ പോവുകയാണ്. നമ്മുടെ പിള്ളേരൊക്കെ കൂടി ആരുവിനും ഭക്ഷണം വാരിക്കൊടുക്കാൻ ജീവയെ നിർബന്ധിക്കുകയാണ്. അങ്ങനെ ജീവ ഒരു വായ ചോറ് അവൾക്ക് നേരെ നീട്ടിയപ്പോൾ അവൾ എന്ത് ചെയ്യണം എന്നറിയാതെ നിന്നുപോയി. ഒന്ന് വാ തുറക്കൻ്റെ ആരു ചേച്ചി, അനു പറയുന്നത് കേട്ടതും ആരു പേടിയോടെ അവനൊന്ന് നോക്കി. തുറക്ക്. ആദ്യമായി അവനിൽ നിന്ന് വന്ന വാക്ക് അതായിരുന്നു. അത് കേട്ടതും അവൾ വാ തുറന്നു. അന്നേരം ഇരുവരുടെയും മിഴികൾ തമ്മിലുടക്കി. ആ നോട്ടത്തിൽ പതിയെ അവൾ നോട്ടം മാറ്റി. ഇനി ചേച്ചിയെ ചേട്ടനോടുത്തെ. വേറെ വഴിയില്ലാതെ ആരും അവന് വാരിക്കൊടുത്തു. അപ്പോഴൊക്കെയും അവൻ്റെ മുഖത്ത് വിരിയുന്ന ഭാവവും നോട്ടവും അവളിൽ അസ്വസ്ഥത നിറച്ചു. ഇതുവരെ ആയിട്ടും ആളൊന്ന് ചിരിച്ച് കണ്ടിട്ടില്ല എന്നത് അവളിൽ ഒന്നുകൂടെ ഭയം നിറച്ചു. പിന്നീട് നിലവിളക്കേന്തി വലത് കാല് വെച്ച് ആ വീടിൻ്റെ പടി കയറുമ്പോൾ ആരുവിന് സന്തോഷിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അകത്തെത്തിയതും ആളെ മുകളിലോട്ട് കയറിപ്പോകുന്നത് ആര് ശ്രദ്ധിച്ചു. പിന്നീട് ആളെ കണ്ടതേയില്ല. പിന്നീട് മുത്തശ്ശിയുടെ നിർദ്ദേശപ്രകാരം ജീവയുടെ അമ്മ അബിക്കൊപ്പം അവളെ മുകളിലെ നിലയിലെ ഒരു മുറിയിലേക്ക് അയച്ചു ഡ്രസ്സൊക്കെ മാറി വരാൻ പറഞ്ഞു. ആഭരണങ്ങളൊക്കെയും അഴിച്ചു മാറ്റിയപ്പോഴാണ് ജീവയുടെ അമ്മ ഉഷ ഒരു സാരിയുമായി അങ്ങോട്ട് വന്നത്. അവർ ആ സാരി ആരുവിന് നേരെ നീട്ടി. ആരു ആഭരണങ്ങളും അവരെ ഏൽപ്പിച്ച ശേഷം ആ സാരി വാങ്ങി. ഉഷാമ്മേ, എനിക്ക് സാരി എടുക്കാനൊന്നും അറിയില്ല കേട്ടോ. എനിക്കിതൊന്നും വേണ്ടെന്ന്. ഞാൻ പഴയതിട്ടോളാം. എൻ്റെ രാധൂട്ടിയെ, പഴയത് അവിടെ കിടന്നോട്ടെ. ഇപ്പം മോളിത് വാങ്ങിക്ക്. ഞാൻ ചെറിയമ്മ ഇങ്ങോട്ട് വിടാം. ചെറിയമ്മ സാരി എടുപ്പിച്ച് തരും കേട്ടോ. പിന്നെ കഴുത്തിലെ ഈ ഒരു മാല കിടന്നോട്ടെ. പിന്നെ ഇരു കയ്യിൽ ഓരോ വളയും എന്നും പറഞ്ഞ് അവൾക്ക് നേരെ ഒരു മാലയും വളയും നീട്ടി. എൻ്റെ ഉഷാമ്മ, എനിക്ക് സ്വർണ്ണം ഇഷ്ടമില്ലെന്ന് അറിഞ്ഞൂടെ? ഇതൊന്നും വേണ്ടെന്നേ. എൻ്റെ കുഞ്ഞെ, നീയേ പുതുപ്പെണ്ണാണ്, എൻ്റെ മരുമോളാണ്, എൻ്റെ ജീവമോൻ്റെ ഭാര്യയാണ്. അപ്പം കുട്ടി ഇങ്ങനെയൊക്കെ നിന്നേ പറ്റൂ. തറവാട്ടി ചില ചിട്ടകളൊക്കെ ഉണ്ട് എൻ്റെ കുട്ടിയെ. അത് കേട്ടതും ആരും മടിയോടെ അത് വാങ്ങി. പെട്ടെന്ന് കുളിച്ചൊരിഞ്ഞ് വരണം എൻ്റെ രാധുട്ടിയെ. അതും പറഞ്ഞ് അവർ നടന്നു നീങ്ങി. ശരി ഉഷാമ്മേ. രാധു, എന്താ ഉഷാമ്മേ? എൻ്റെ കുട്ടിക്ക് എൻ്റെ ജീവമോനോട് ദേഷ്യമുണ്ടോ? ഉഷാമ്മ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കണേ? എനിക്ക് അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല കേട്ടോ. എനിക്കറിയാം എൻ്റെ കുട്ടിക്ക് ആരോട് മുഖം കറുപ്പിച്ച് നിൽക്കാൻ പറ്റില്ലെന്ന്. മോളെ വിഷമിക്കരുത്. ഞാൻ നിങ്ങളെ നേരത്തെ ശ്രദ്ധിച്ചിരുന്നു. ജീവ, അവന് മോളിത്തിരി സമയം കൊടുക്കണം. അവനെ എൻ്റെ കുട്ടി ഇഷ്ടാവും.
എൻ്റെ കുട്ടിയെ അവൻ സ്നേഹിക്കും. അല്ലെങ്കിലും എൻ്റെ കുട്ടി ആർക്കാ ഇഷ്ടാവാത്തത്? എൻ്റെ ജീവയുടെ ഭാഗ്യം എൻ്റെ കുട്ടി. രാധമോള് വിഷമിക്കല്ലേ, ഞങ്ങളൊക്കെ മോളുടെ കൂടെ ഉണ്ട് കേട്ടോ. എന്തുണ്ടേലും അമ്മയോട് പറഞ്ഞാൽ മതി. അത് കേട്ടതും അവൾ അവരെ ഇറുകെ പുണർന്നു. എനിക്ക് വിഷമമൊന്നുമില്ല ഉഷാമ്മേ, ഞാൻ ഞാൻ കാത്തിരുന്നോളാം. എന്നാൽ ശരി, മോള് റെഡിയായി വാട്ടോ എന്നും പറഞ്ഞ് അവർ പുറത്തിറങ്ങി. അമ്മയോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ആരുവിൻ്റെ ഉള്ളിൽ നല്ല വിഷമമുണ്ടായിരുന്നു. ജീവയ്ക്ക് തന്നെ ഇഷ്ടമായില്ല എന്നത് അവൻ്റെ പ്രവൃത്തിയിൽ നിന്നും അവൾക്ക് മനസ്സിലായിരുന്നു. തന്നെ നേരത്തെ കണ്ട ഒരു പരിചയം പോലും അവനിലില്ല എന്നത് അവളിൽ വേദന നിറച്ചു. ഇനി ചിലപ്പോൾ അന്നങ്ങനെ തന്നെ കണ്ടതുകൊണ്ടായിരിക്കോ ഈ ദേഷ്യം? ഇനി തന്നെ പോലെ ഒരു പെണ്ണായിരിക്കില്ലേ ആ മനസ്സിൽ? അതിൻ്റെയാവോ ഈ ഇഷ്ടക്കേട്? അവളുടെ ഉള്ളിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു. പിന്നീട് അവൾ ചിന്തകളെ പാടെ അവഗണിച്ചു. ഒരു നാൾ എല്ലാം ശരിയാവും എന്ന് കരുതി സമാധാനിച്ചു. ആരുവിന് അവിടെ ഒറ്റപ്പെടൽ തോന്നിയതേയില്ല. കാരണം അവിടുത്തുകാർ അവൾ അത്രത്തോളം സ്നേഹം കൊണ്ട് പൊതിയുന്നുണ്ടായിരുന്നു. അവൾ അന്ന് പകൽ മുഴുവൻ അവളുടെ ലക്ഷ്മി അമ്മയുടെ മുറിയിൽ കഴിച്ചുകൂട്ടി. അവർക്കുള്ള മരുന്നും ഭക്ഷണവും എന്നത്തെയും പോലെ അവൾ തന്നെയാണ് കൊടുത്തത്. പതിവ് പോലെ ആണുങ്ങളും പെണ്ണുങ്ങളും വെവ്വേറെ ആയിട്ടാണ് ഭക്ഷണം കഴിച്ചത്. അതിനാൽ ഭക്ഷണ സമയത്ത് പോലും അവൾ ജീവയെ കണ്ടില്ലായിരുന്നു. പിന്നീട് ചെറിയമ്മമാർ വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയി സെറ്റ് സാരിയൊക്കെ ഉടുപ്പിച്ചു. മുല്ലപ്പൂവൊക്കെ ചൂടി പാൽ ഗ്ലാസും കൈ കൊടുത്ത് ജീവയുടെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടപ്പോൾ അവൾ മടിച്ചു അവൻ്റെ മുറിയിലേക്ക് നടന്നു. ആരും മുറിയിലേക്ക് ചെല്ലുമ്പോൾ ജീവ അവിടെ ഇല്ലായിരുന്നു. അതവളിൽ ചെറിയ ആശ്വാസം നിറച്ചെങ്കിലും ഏത് നിമിഷവും അവൻ ഇങ്ങോട്ട് വരാം എന്നത് അവളിൽ പേടിയുണർത്തി. എന്താണെന്നറിയില്ല, അവൻ അടുത്ത് വരുമ്പോൾ താനങ്ങ് ഉരുകില്ലാതായി പോവുകയാണ്. ആ കണ്ണുകളുടെ തീക്ഷ്ണത അത് അന്നും ഇന്നും തനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അങ്ങനെ അവൾ ഓരോന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഡോർ തുറക്കുന്ന ശബ്ദം കേൾക്കുന്നത്. അങ്ങോട്ട് നോക്കി ആരുവിൻ്റെ ഹൃദയം വീണ്ടും പടപടാന്ന് മിടിക്കാൻ തുടങ്ങി. മുറിയിൽ ഉടുത്തൊരുങ്ങി നിൽക്കുന്ന ആരുവിനെ കണ്ടതും ജീവയുടെ ഉള്ളിൽ പുച്ഛം നിറഞ്ഞു. ഡോറടച്ച് ലോക്ക് ചെയ്ത് അവളെ ശ്രദ്ധിക്കാതെ അകത്തേക്ക് വന്നു. ഓരോന്ന് ചെയ്യാൻ തുടങ്ങി. കയ്യിൽ കെട്ടിയ വാച്ച് അഴിച്ചു മാറ്റി. ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് ചാർജിന് വെച്ച ശേഷം ടവലും എടുത്ത് വാഷ്റൂമിൽ പോയതും ആരും എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ പോയ വഴിയെ നോക്കി നിന്നു. മനഃപൂർവ്വം ജീവ ഒരുപാട് നേരം വാഷ്റൂമിൽ ചിലവഴിച്ചു. കുളി കഴിഞ്ഞിറങ്ങിയ ജീവ കാണുന്നത് സോഫയിലിരുന്ന് ഉറക്കം തൂങ്ങുന്ന ആരുവിനെയാണ്. അത് കണ്ടതും അവനിൽ കുറ്റബോധം വന്ന് നിറഞ്ഞു. അവനോട് തന്നെ ദേഷ്യം തോന്നി. ഈ പെണ്ണ് തൻ്റെ അരികിലുള്ള ഓരോ നിമിഷവും താൻ വീണ്ടും ആ പഴയ ജീവയായി പോകും എന്നവന് തോന്നിത്തുടങ്ങി. അവളെ സ്നേഹിക്കാനും വിഷമിപ്പിക്കാനും പറ്റാത്ത അവസ്ഥ. ഇല്ല, ഒരിക്കലും തനിക്ക് അവളെ സ്നേഹിക്കാൻ പറ്റില്ല. അതുപോലെ അവളുടെ നിറഞ്ഞ കണ്ണുകൾ കാണുമ്പോൾ താൻ സ്വയം ഒരുങ്ങിത്തീരുവാണ്. അത് കാണാൻ വയ്യാഞ്ഞിട്ടാണ് നേരത്തെ അവളിൽ നിന്നും അകന്നു മാറി നിന്നത്. ആ നിഷ്കളങ്കമായ നോട്ടമാണ് തന്നെ കൊല്ലാതെ കൊല്ലുന്നത്. ഒരുപാട് സ്നേഹിച്ചിരുന്നു, സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അതിനേക്കാൾ കൂടുതൽ അവളോടിപ്പോൾ വെറുപ്പാണ്. ഓരോന്ന് ആലോചിച്ച ജീവ ഡ്രസ്സിംഗ് റൂമിൽ കയറി ഡ്രസ്സ് മാറി വന്നു. ശേഷം ഇരുന്നുറങ്ങുന്ന ആരുവിന് നേരെ ഒരു തലയണയും ബെഡ്ഷീറ്റും വലിച്ചെറിഞ്ഞു. പെട്ടെന്ന് ദേഹത്തേക്ക് എന്തോ വീണതും ആരു ഞെട്ടിയുണർന്നു. മുന്നിൽ തന്നെ കൊല്ലാനുള്ള ദേഷ്യത്തോടെ നിൽക്കുന്ന ജീവയെ കണ്ടതും അവൾ ഇരുന്നിടത്തുനിന്ന് ചാടി എഴുന്നേറ്റു. തമ്പുരാട്ടി, ഇത്ര പെട്ടെന്ന് ഉറക്കം പിടിച്ചോ? ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് നിന്റെ സൗന്ദര്യം കണ്ട് മയങ്ങിയിട്ടൊന്നുമല്ല. അന്നും ഇന്നും ജീവ ഒരു പെണ്ണിൻ്റെ സൗന്ദര്യത്തിന് മുന്നും വീണിട്ടില്ല, ഇനി വീഴാനും പോണില്ല. ഇനി ആരൊക്കെ എന്തൊക്കെ കാണിച്ചു എന്നെ മയക്കിയാലും ശരി. ജീവ അന്നത്തെ സംഭവം മനസ്സിൽ വെച്ച് കുത്തി പറയുന്നതാണെന്ന് മനസ്സിലായതും ആരുവിന് ശരിക്കും സങ്കടം വന്നു. താനെന്ന് അങ്ങനെ മനഃപൂർവ്വമാണ് ചെയ്തത് എന്നാണ് അവൻ കരുതുന്നത് എന്ന് അവൻ്റെ സംസാരത്തിലൂടെ ആരുവിന് മനസ്സിലായി. നീ ഇവിടത്തുകാരെ എന്ത് പറഞ്ഞാ മയക്കിയെടുത്തത്? എവിടെ നോക്കിയാലും ആരുമോൾ, രാധമോൾ, ആരാധ്യക്കൊച്ച്, നിന്നെക്കുറിച്ച് പറയാനേ ഇവിടത്തുകാർക്ക് സമയമുള്ളൂ. അതിന് മാത്രം നീ എന്താ ഇവിടെ ചെയ്തത്? നിനക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ വേണ്ടിയാ മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും അമ്മയും ചെറിയച്ഛന്മാരും അപ്പച്ചും എന്നെ ഇപ്പോൾ വിളിപ്പിച്ചത്. നീ ഒരു പാവാണെന്ന് ആണോ? പക്ഷേ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. നീ നല്ലൊരു നടിയാണെന്നാണ് എനിക്ക് തോന്നിയത്. ജീവയുടെ സംസാരത്തിൽ അന്നേരം പുച്ഛം കലർന്നിരുന്നു. നിന്നെ കരയിപ്പിക്കരുതെന്നേ അപ്പച്ചി പ്രത്യേകം പറഞ്ഞു. പക്ഷേ നീ ഇനി കരയാൻ പോകുന്നതേ ഉള്ളൂന്ന് അവർക്കറിയില്ലല്ലോ. ഇനി ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് നിന്നെ ഒരിക്കലും സ്നേഹിക്കാനോ ഭാര്യയായി കാണാനോ പറ്റില്ല. ഇനി അതും കരുതി നീ കാത്തിരിക്കണമെന്നില്ല. അതുപോലെ തന്നെ എനിക്കെൻ്റെ വീട്ടുകാരെ വിഷമിപ്പിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു. എനിക്ക് ഒരു 6 മാസം എന്തായാലും ഇവിടെ നിന്നേ പറ്റൂ. അത് കഴിഞ്ഞ് ഞാനങ്ങ് അമേരിക്കയിലേക്ക് പറക്കും. കുറച്ച് കഴിഞ്ഞ് നിന്നെ കൊണ്ടുപോകാൻ ഞാൻ വന്നോളാം എന്ന് എല്ലാവരെയും പറഞ്ഞ് ഞാൻ തെറ്റിദ്ധരിപ്പിക്കും. ഞാൻ വരും, പക്ഷേ ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും നീ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഇറങ്ങിപ്പോയിക്കോണം. എനിക്ക് അനുകൂലമായ ഒരു കത്ത് എഴുതി വെച്ചിട്ട് വേണം നീ അന്ന് പോവാൻ. അതുവരെ വീട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി അവരുടെ മുന്നിൽ മാത്രം നമ്മൾ ഭാര്യാഭർത്താക്കന്മാരായിരിക്കും. അവരുടെ മുന്നിൽ മാത്രം.
ഈ മുറിയിലെത്തിയ നീ എൻ്റെ ആരും ആയിരിക്കില്ല, ആരും. ഇവിടെ നിന്റെ സ്ഥാനം ഈ സോഫയിലായിരിക്കും. പിന്നെ ഇതൊക്കെ ആരോടെങ്കിലും പറയാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിലേ നീ എൻ്റെ മറ്റൊരു മുഖം കൂടി കാണേണ്ടി വരും, കേട്ടല്ലോ. നാളെ ആരെങ്കിലും നിന്നോട് എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ നിന്നോട് വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിയതെന്നേ അവരോട് പറയണം, കേട്ടല്ലോ. അവൾ പതിയെ മൂളി. പിന്നെ അന്ന് നമുക്കിടയിൽ നടന്നതേ ഇന്നെൻ്റെ ഓർമ്മയിൽ പോലുമില്ല. അതൊരു പാഴ്ക്കിനാവ് പോലെ ഞാൻ അന്ന് എന്നെ മറന്നു കളഞ്ഞിരുന്നു. അപ്പോൾ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? അവൾ നിറഞ്ഞ മെഴുകളോടെ പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം, ഇനി മുതലേ എനിക്ക് മുന്നിൽ ഈ കണ്ണുനീരും കൊണ്ട് വരാൻ പാടില്ല. അത് കാണുമ്പോൾ തന്നെ എനിക്ക് കലി കയറും. പിന്നെ അവൻ കൂടുതലൊന്നും പറയാനോ കേൾക്കാനോ നിൽക്കാതെ ലൈറ്റ് ഓഫ് ചെയ്ത് ബെഡിൽ കയറി കിടന്നു. അവൻ ലൈറ്റ് ഓഫ് ചെയ്തത് അവളിൽ പേടിയുണർത്തി. അവൾക്ക് ഇരുട്ടിനെ ഭയമായിരുന്നു. ലക്ഷ്മി അമ്മയുടെ കൂടെ ആവുമ്പോൾ അവരുടെ കൂടെ ബെഡിൽ അവരെ ഇറുകെ പുണർന്നാണ് അവൾ ഉറങ്ങാറുണ്ടായിരുന്നത്. അത്രയ്ക്കും അവൾക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയായിരുന്നു. വേറെ വഴിയില്ലാതെ അവൾ സോഫയിൽ ചുരുണ്ടുകൂടി തലവഴി പുതപ്പ് മൂടി. നേരത്തെ ജീവ പറഞ്ഞതൊക്കെയും ഓർമ്മയിൽ വന്നതും അവളുടെ കണ്ണുകൾ നിർത്താതെ പെയ്യാൻ തുടങ്ങി. രാത്രിയുടെ നിശബ്ദതയിൽ തൻ്റെ ഏങ്ങലടികൾ പുറത്ത് കേൾക്കാതിരിക്കാൻ അവൾ പ്രത്യേകം ശ്രദ്ധിച്ചു. അവൾ വായ അമർത്തി പിടിച്ചു. തൊണ്ടയിൽ കരച്ചിൽ ചീളുകൾ കുടുങ്ങിക്കിടന്നു. എ സിയുടെ തണുപ്പിൽ അവൾക്ക് നല്ലോണം തണുക്കാൻ തുടങ്ങി. ലക്ഷ്മി അമ്മയ്ക്കും എ സിയുടെ തണുപ്പ് പറ്റില്ലായിരുന്നു. അതിനാൽ അവൾക്ക് അവിടെ ആ ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇതിപ്പോൾ അവൾക്ക് കിടന്നിട്ട് ഉറക്കം പോലും വരുന്നുണ്ടായിരുന്നില്ല. അവൾ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടന്നിട്ടും ഉറക്കം വന്നില്ല. ഒപ്പം പേടി കൂടി വന്നു. കുറച്ചു നേരം എങ്ങനെയൊക്കെയോ തള്ളി നീക്കി. പിന്നെ എഴുന്നേറ്റിരുന്നു. മുറിയിൽ ചുറ്റും കണ്ണോടിച്ചു. ഒന്നും വ്യക്തമല്ലായിരുന്നു. മറ്റൊന്നും ചിന്തിക്കാതെ അവൾ തപ്പിത്തടഞ്ഞു ഡോറിനരികിലെത്തി ഡോർ തുറന്നു ആ മുറി വിട്ടിറങ്ങി. ജീവ അത് രാവിലെ തന്നെ എഴുന്നേറ്റിരുന്നു. രാവിലെ എഴുന്നേറ്റ് ജോഗിങ് പതിവാണ്. അവൻ എഴുന്നേറ്റപ്പോൾ അവൾ കിടന്നിടം ശൂന്യമായിരുന്നു. ഇവൾ ഇത്ര നേരത്തെ എഴുന്നേറ്റ് ഇങ്ങോട്ടായി പോയത്? എങ്ങോട്ട് വേണേലും പോട്ടെ. ജീവ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് സമയം കളയാൻ നിന്നില്ല. അവൻ പെട്ടെന്ന് ഫ്രഷായി വന്നു. രാവിലെ ഉഷ സുഭദ്രയ്ക്കുള്ള ചായ കൊടുത്ത് ലക്ഷ്മിയുടെ മുറിയിൽ കയറിയപ്പോഴാണ് ലക്ഷ്മിയെയും കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്ന ആരുവിനെ അവർ കാണുന്നത്. രണ്ടുപേരും നല്ല ഉറക്കത്തിലായിരുന്നു. സ്റ്റെയർ ഇറങ്ങി വരുന്ന ജീവ കാണുന്നത് അപ്പച്ചിയുടെ മുറിയിലെ വാതിക്കൽ നിന്നും പന്തം കണ്ട പെരിച്ചായെ പോലെ നോക്കുന്ന തൻ്റെ അമ്മയാണ്. കാര്യം അറിയാൻ വേണ്ടിയാണ് ജീവയും അങ്ങോട്ട് ചെന്നത്. അപ്പോഴാണ് അവനും ആ കാഴ്ച കാണുന്നത്. കൊച്ചു കുഞ്ഞിനെ പോലെ ഉറങ്ങുന്ന ആരവും അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച അപ്പച്ചിയും. ഇരുവരെയും അതുപോലെ കണ്ടപ്പോൾ ഒരു നിമിഷം അവൻ നോക്കി നിന്ന് പോയി. ജീവ, അപ്പോൾ ഇന്നലെ രാതുമോള് നിന്റെ കൂടെ അല്ലേ കിടന്നത്? അമ്മ, അത് ഇന്നലെ ഞാൻ ജീവ എന്ത് പറയണമെന്നറിയാതെ കുടുങ്ങി. അപ്പോഴാണ് ശബ്ദം കേട്ട് ലക്ഷ്മി ഉറക്കം ഉണരുന്നത്. ആരവിൻ്റെ കൈ തന്നിൽ നിന്നും വേർപെടുത്തി ലക്ഷ്മി അവളുടെ നെറ്റി ഒന്ന് തൊട്ടു നോക്കി. എന്നിട്ട് മുടിയിലൂടെ വിരലോടിച്ചുകൊണ്ട് ജീവയെ നോക്കി പറഞ്ഞു, ഇന്നലെ രാത്രി പനിച്ച് വിറച്ച ഇങ്ങോട്ട് വന്നത്. നീ അറിഞ്ഞില്ലേ ഇവളിങ്ങോട്ട് വന്ന കാര്യം? എന്ത് പറയണമെന്നറിയാതെ ജീവ ഒരു നിമിഷം ഒന്ന് പതറിയെങ്കിലും പെട്ടെന്ന് വായിൽ വന്ന കള്ള അങ്ങ് പറയാൻ തുടങ്ങി. ഞാൻ തന്നെ അപ്പച്ചി ഇവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ദേ ഡോർ വരെ കൊണ്ടുവിട്ടിരുന്നു. രാത്രി പനിച്ചപ്പോൾ അപ്പച്ചിയെ കാണണമെന്നും പറഞ്ഞ് ഒറ്റ വാശി. പിന്നെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ പനി കുറവുണ്ട് അപ്പച്ചി എന്നും പറഞ്ഞ് അവൻ മുറിയിൽ കയറി അവളുടെ അരികെ വന്നിരുന്നു. നെറ്റിയിൽ കൈവച്ച് നോക്കി. അപ്പോഴും അവളുടെ നെറ്റിയിൽ ചെറിയ ചൂടുണ്ടായിരുന്നു. ആരുടെയോ കരസ്പർശം അറിഞ്ഞിട്ടാണ് ആര് കണ്ണു തുറന്നത്. കണ്ണു തുറന്ന ആര് കാണുന്നത് തൻ്റെ അരികിലിരുന്ന് പുഞ്ചിരിയോടെ തന്നെ ഉറ്റുനോക്കുന്ന ജീവയെ. അവനെ കണ്ടതും ആരും ഒരു തരം വിറയലോടെ എഴുന്നേൽക്കാൻ നോക്കിയെങ്കിലും അവളെ അതിനെ അനുവദിക്കാതെ അവൻ സ്നേഹത്തോടെ ചേർത്ത് നിർത്തി. ആദ്യ, എന്താ ഇത്? അവിടെ കിടക്ക്, നിനക്ക് വയ്യാത്തതല്ലേ? അതും പറഞ്ഞവൻ അവളുടെ കവിളിലൊന്ന് തട്ടിയതും താൻ കാണുന്നത് സ്വപ്നമാണോ എന്ന പോലെ ആരും സ്വയം കയ്യിലൊന്ന് നുള്ളി നോക്കി. അപ്പോഴാണ് അത് യാഥാർത്ഥ്യമാണ് എന്നവൾ തിരിച്ചറിയുന്നത്. അവൻ്റെ ആ നോട്ടവും മുഖത്തെ ആ നിറഞ്ഞ പുഞ്ചിരിയും കാണവേ അവൾ അറിയാതെ അവനെ തന്നെ നോക്കിയിരുന്നു പോയി. 6 അടിയോളവും പൊക്കവും അതിനൊത്ത ദൃഢമായ ശരീരവും വിരിഞ്ഞ നെഞ്ചും ആരെയും മയക്കുന്ന കണ്ണുകളും മനോഹരമായ അധരവും ഫാനിൻ്റെ കാറ്റിൽ പാറിപ്പറക്കുന്ന ഭംഗിയുള്ള മുടിയും എല്ലാം കൊണ്ടും അവനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണെന്ന് അവൾക്ക് തോന്നി. ആദ്യ, ഇപ്പം എങ്ങനെയുണ്ട്? കുറവുണ്ടോ? ആദ്യ, എന്താ നീ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ആദ്യ ആ വിളിയിൽ കുടുങ്ങിക്കിടക്കുമായിരുന്നു ആരു. ആദ്യ, തൻ്റെ അച്ഛൻ സ്നേഹത്തോടെ വിളിച്ചിരുന്ന പേര്. ഇപ്പോൾ അവൻ്റെ നാവിൽ നിന്നും അത് കേട്ടപ്പോൾ വീണ്ടും വീണ്ടും കേൾക്കാൻ അവൾക്ക് കൊതി തോന്നിപ്പോയി. കഴിഞ്ഞ ദിവസം രാത്രി നടന്നൊക്കെയും മറന്നുകൊണ്ട് ഒരു നിമിഷം അവൾ അവനെ ഇമച്ചിമ്മാതെ നോക്കിയിരുന്നു. മോനെ ജീവ, നീ മോളെയും കൂട്ടി മുറിയിലേക്ക് ചെല്ല്. ഇനിയിപ്പോൾ കുട്ടി എവിടെയാണ് ഇന്നലെ കിടന്നതെങ്ങാനും മുത്തശ്ശി അറിഞ്ഞാ ഇനി അത് മതി. ചെല്ല്. ജീവയുടെ അമ്മ പറയുന്നത് കേട്ടതും ലക്ഷ്മി അത് ശരിവെച്ച് ജീവയോട് ആരുവിനെ മുറിയിലോട്ട് കൂട്ടിക്കൊണ്ടു പോവാൻ പറഞ്ഞു. അപ്പോഴാണ് ആരു ഉഷാമയും ലക്ഷ്മി അമ്മയും ശ്രദ്ധിക്കുന്നത്. അവരെ കണ്ടതും അവൾക്ക് ചമ്മൽ തോന്നി. ഇത്രയും നേരം അവൾ ചുറ്റുള്ളതൊന്നും കണ്ടില്ലായിരുന്നു.
അമ്മ പറയുന്നത് കേട്ടതും ജീവ അവളെ ഒന്ന് നോക്കി അവൾ ഇരു കൈകളിലും കോരിയെടുത്തു. അയ്യോ വേണ്ട, വിടൂന്നേ, ഞാൻ നടന്നോളാം, അവൻ്റെ പ്രവൃത്തി നിഷേധിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അവൾ അവനിൽ നിന്ന് കുതറി മാറാൻ നോക്കി. ഹേയ് ആദ്യ, അടങ്ങിക്കിടക്ക്, നിനക്ക് വയ്യാത്തതല്ലേ, വെറുതെ ഈ സ്റ്റെപ്പ് കയറി ക്ഷീണിക്കണ്ട എന്നും പറഞ്ഞ് അവളെയും കൊണ്ട് അവൻ മുറിവിട്ടിറങ്ങി. ജീവയ്ക്ക് ആരുവിനോടുള്ള കരുതൽ കണ്ട് അവൻ്റെ അമ്മയും ലക്ഷ്മിയമ്മയുടെയും മുഖം വിടർന്നു. അത് ജീവ ശ്രദ്ധിക്കുകയും ചെയ്തു. വീട്ട്, ഞാൻ നടന്നോളാം. സ്റ്റയർ കയറാൻ നേരം ആര് പറഞ്ഞു. അടങ്ങിക്കിടക്ക് പെണ്ണെ, ഇല്ലെങ്കിൽ എന്തേ ഞാൻ താഴേക്ക് വലിച്ചെറിയും. അത് കേട്ട് അവൾ പേടിച്ച് മിണ്ടാതിരുന്നു. ആ നിമിഷം ഇരുവരുടെയും കണ്ണുകൾ തമ്മിലുടക്കി. അവൻ്റെ കണ്ണുകളിൽ അന്നേരം കണ്ടത് എന്തൊക്കെയോ ഭാവങ്ങളായിരുന്നു. ജീവ ആരുവിനെയും കയ്യിലേന്തി സ്റ്റെയർ കയറുന്നത് ചെറിയച്ചന്മാർ വായും പൊളിച്ച് നോക്കി നിന്ന് പോയി. അവരുടെ മുഖം അന്നേരം വിടർന്നു. അത് ജീവ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു അവനും വേണ്ടിയിരുന്നത്. ജീവ തൻ്റെ മുറിയുടെ ഡോർ തുറന്ന് അകത്ത് കയറി ഡോർ കാലുകൊണ്ട് അടച്ചു. ബെഡിനരികിലെത്തി അവളെ ഒന്നുകൂടി നോക്കി. അവൻ്റെ മുഖഭാവം പെട്ടെന്ന് മാറുന്നത് ആരും ശ്രദ്ധിച്ചു. അതിനിടയിലാണ് ജീവ അവളെ ബെഡിലേക്ക് ഒരേറ് കൊടുക്കുന്നത്. അയ്യോ അമ്മേ, നടു! ആരും വേദന കൊണ്ട് നിലവിളിച്ചു പോയിരുന്നു. നടുവും തടവി എഴുന്നേൽക്കുന്നവളെ ജീവ ദേഷ്യത്തോടെ നോക്കി. നിന്നോട് ആരവിടെ പോയി കിടക്കാൻ പറഞ്ഞത്? ആരും ഒന്നും മിണ്ടിയില്ല. ചോദിച്ചത് കേട്ടില്ലാന്നുണ്ടോ? ആരും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാ അവിടെ പോയി കിടന്നത്? എല്ലാവരുടെ മുന്നിലും എന്നെ നാണം കെടുത്താനാണോ? ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. എനിക്ക് AC-യുടെ തണുപ്പ് സഹിക്കാൻ പറ്റിയില്ല. പിന്നെ ഇരുട്ട് എനിക്ക് പേടിയാ, അതുകൊണ്ടാണ് ഞാൻ. AC പറ്റുന്നില്ലെങ്കിൽ ഓഫ് ചെയ്യണം, അല്ലാതെ വല്ലോടത്ത് പോയി കിടക്കുമല്ല വേണ്ടത്. ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത്, കേട്ടല്ലോ? അവൾ ചെറുതായി മൂളി. പിന്നെ നേരത്തെ അവിടെ നടന്നത് വെറും ഡ്രാമ മാത്രമായിരുന്നു. ഇനി അതും മനസ്സിലിട്ട് നടക്കണ്ട, കേട്ടല്ലോ? അത് കേട്ടതും അവൾക്ക് ശരിക്കും വിഷമം തോന്നി. അത് പുറത്ത് കാണിക്കാതെ അവൾ ഒന്നുകൂടി മൂളി. പിന്നെ കൂടുതലൊന്നും പറയാതെ ജീവ മുറിവിട്ടിറങ്ങി. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൻ തന്നോട് കാണിച്ച സ്നേഹവും കരുതലും അവളുടെ മനസ്സിലേക്ക് വീണ്ടും ഓടിയെത്തി. നിറയാൻ വെമ്പുന്ന മിഴികളെ ശാസിച്ചു നിർത്തി അവൾ വാർഡ്രോബ് തുറന്നു നോക്കി. അതിൻ്റെ ഒരു ഭാഗത്ത് നിറയെ അവൾക്കുള്ള ഡ്രസ്സായിരുന്നു ഉണ്ടായിരുന്നത്. വാർഡ്രോബിൽ നിന്നും ഒരു ധാവണി സെറ്റ് എടുത്ത് അവൾ വാഷ്റൂമിലേക്ക് നടന്നു. കുളി കഴിഞ്ഞു വന്ന ആരു പെട്ടെന്ന് റെഡിയായി കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിന്നു. കഴുത്തിൽ കിടക്കുന്ന താലിമാല അവളെ നോക്കി പരിഹസിക്കുന്നത് പോലെ തോന്നി. ശരിയാണ്, എന്തർത്ഥത്തിലാണ് താനിത് കഴുത്തിൽ അണിയുന്നത്? അവൾക്ക് സ്വയം പുച്ഛം തോന്നി. സിന്ദൂരച്ചെപ്പ് കൈ പിടിച്ചപ്പോൾ അവളുടെ കണ്ണ് ചെറുതായി നിറഞ്ഞു വന്ന കണ്ണുനീർ അമർത്തി തുടച്ചു. ശേഷം നെറുകയിൽ ചെറുതായി സിന്ദൂരം ചാർത്തി. അവൾ ജീവ വരുന്നതിന് മുൻപേ മുറിവിട്ടിറങ്ങി. താഴെ ചെന്നപ്പോൾ എല്ലാവരും അവളോട് ജീവയെക്കുറിച്ച് തിരക്കിയപ്പോൾ അവൻ തന്നോട് ഇന്നലെ നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറിയതെന്ന് കള്ളം പറയുമ്പോൾ അവർക്കൊക്കെ ഒരുപാട് സന്തോഷമായി. പക്ഷെ അവളുടെ ഉള്ളം വിങ്ങുന്നത് അവരാരും കണ്ടില്ല എങ്കിലും അബി അത് ശ്രദ്ധിച്ചിരുന്നു. ആരു, നീ അറിഞ്ഞോ, നമ്മുടെ പാറു പ്രസവിച്ചിട്ടോ? 5 കുട്ടികളാ. ഇന്നലെ ആണെന്ന് തോന്നുന്നു. നമ്മൾ ഇന്നലെ ശ്രദ്ധിച്ചില്ലല്ലോ. എന്ത് ക്യൂട്ടാണെന്നോ കുഞ്ഞുങ്ങളെ കാണാൻ. നീ ഇങ്ങ് വന്നേ. പാറു പൂച്ചയാണ് കേട്ടോ. അതും പറഞ്ഞു അബി ആരുവിൻ്റെ കയ്യിൽ പിടിച്ച് ധൃതിയിൽ അവിടെ നിന്ന് ഇറങ്ങി. അബിയുടെ കൂടെ മുറ്റത്ത് ചെന്ന ആരുവിൻ്റെ മുഖം ആ പൂച്ചക്കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ വിടർന്നു. അവൾ ആ പൂച്ചക്കുഞ്ഞുങ്ങളെ വാരിയെടുത്ത് മടിയിലിരുത്തി തലോടാൻ തുടങ്ങി. പിന്നെ ഓരോരുത്തർക്ക് ഉമ്മ കൊടുക്കാൻ തുടങ്ങി. എങ്ങനെ ഉണ്ടായിരുന്നു നിൻ്റെ ഫസ്റ്റ് നൈറ്റ്? അബിയുടെ ചോദ്യം കേട്ട് ആരും ഒന്ന് പതറിയെങ്കിലും അത് പുറത്ത് കാട്ടാതെ പറഞ്ഞു. കൊള്ളായിരുന്നു. കൊള്ളാമെന്ന് പറഞ്ഞാൽ അബി വിടാൻ തയ്യാറല്ല. കൊള്ളാമെന്ന് പറഞ്ഞാൽ കൊള്ളാം, അല്ലാതെ പിന്നെന്ത് പറയാനാ? ശരി, നിനക്കേ ഇതുപോലെ എത്ര കിട്ടി? എന്ത് കിട്ടിയെന്ന്? ഉമ്മയോ? ഉമ്മയല്ല, ഉമ്മ. കിസ്. ഇന്നലെ ജീവേട്ടനെ എത്ര കിസ് തന്നു? അല്ല, നിന്നോട് നല്ല രീതിയിലാണ് പെരുമാറിയതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്തായാലും ഉമ്മയൊക്കെ തന്നു കാണും. പറ, എവിടേക്ക് ഉമ്മ വെച്ചേ? അത് പിന്നെ ഞാൻ. ആരും എന്ത് പറയണമെന്നറിയാതെ കുഴങ്ങി. അതുപോട്ടെ, നീ ഉമ്മ കൊടുത്തില്ലേ? അത് കേട്ടതും ആര് പരുങ്ങി. നിന്ന് പരുങ്ങണ്ട, എനിക്ക് നിന്റെ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇന്നലെ ഒന്നും നടന്നില്ലെന്ന്. അതുപോട്ടെ, നിനക്ക് എവിടെയാ സ്ഥാനം കിട്ടിയത്? സോഫയിലോ തറയിലോ? സോഫയിൽ. ഓ ഭാഗ്യം, ഞാൻ വിചാരിച്ചു എൻ്റെ ഏട്ടൻ നിന്നെ തറയിൽ കിടത്തിക്കാണോന്ന്. ഇടി, നീ ഇങ്ങനെ പഞ്ചപാവം പോലെ നിൽക്കുന്നതുകൊണ്ടാണ് ജീവേട്ടൻ ഇങ്ങനെ സ്കോർ ചെയ്യുന്നത്. നിനക്കിത്തിരി സ്ട്രോങ് ആയി നിന്നാലെന്താ? പിന്നെ സ്ട്രോങ്, എനിക്ക് അങ്ങേരെ അടുത്ത് വരുമ്പോഴേ മുട്ട് വിറക്കും. എടി, ആളൊരു പാവാണ്. ഈ കാണുന്ന ദേഷ്യം ഉണ്ടെന്നേ ഉള്ളൂ, ഉള്ളു ശുദ്ധ. അമ്മോ എനിക്കറിയില്ല, പക്ഷെ ഒന്നറിയാം, അങ്ങേരെ എന്നെ സ്നേഹിക്കാനൊന്നും പോണില്ലെന്നും ഞാനിവിടെ നിന്ന് വൈകാതെ പോവേണ്ടി വരുമെന്നും. നിനക്കെന്താ വട്ട ആരു? ഇങ്ങനെ പോയാൽ വട്ട് പിടിക്കും. അതും പറഞ്ഞു ആരു അവൾക്ക് മങ്ങിയ ചിരി സമ്മാനിച്ചു. നീ തെളിച്ച് പറ ആരു. അങ്ങനെ ആരു ഇന്നലെ നടന്നതൊക്കെ അബിയോട് പറഞ്ഞു. ഓഹോ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. രാവിലെ അങ്ങേരെ നിന്നെ എടുത്ത് നടന്നു എന്ന് എല്ലാവരും പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ചെറുതായി കത്തിയതാ.
ഇന്നലെ മുഴുവനും മോന്തയും വീർപ്പിച്ച് നടന്നിട്ട് ഇന്ന് റൊമാൻസ് ആണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനേ ഞാനത്ര മണ്ടിയൊന്നുമല്ല. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അബി പ്ലീസ്, നീ ഇതിനി ആരോടും പറയാൻ പോവല്ലേ. ഇതറിഞ്ഞാൽ അങ്ങേരെന്നെ കൊല്ലും. ഒന്ന് പോവാരൂ. അത്രയ്ക്കൊന്നും ക്രൂരനാവാനേ എൻ്റെ ഏട്ടന് പറ്റില്ല. അങ്ങേര് നിന്നെ നന്നായി മുതലെടുക്കുന്നുണ്ട്. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നില്ലേ ഇന്നലെ അങ്ങേരെ തറയിൽ കിടത്തി ഞാൻ കട്ടിൽ കിടന്നേനെ. നീ ഇങ്ങനെ കണ്ണീര് ഒലിപ്പിച്ച് നടന്നു. ഞാനിപ്പോൾ എന്ത് വേണമെന്നാ നീ പറയുന്നത്? നീ ഇപ്പോൾ ഒന്നും ചെയ്യണ്ട, തൽക്കാലം ഞാൻ ചെയ്തോളാം. ജീവേട്ടൻ നിന്നെ സ്നേഹിക്കും, നീ നോക്കിക്കോ. ഇല്ലെങ്കിൽ ഞാൻ സ്നേഹിപ്പിച്ചിരിക്കും. അബി. എന്താടി പെണ്ണേ? അത് പിന്നെ ഞാനന്ന് നിന്നോട് മൂന്നാറിൽ വെച്ച് നടന്ന ഒരു സംഭവം പറഞ്ഞിരുന്നില്ലേ? ഏതൊരു തെണ്ടി നിന്റെ സീൻ പിടിച്ചതല്ലേ. നീ ഇപ്പോഴും അവനെ ഓർത്ത് നിൽക്കുക. അവനോട് പോവാൻ പറ. അതൊക്കെ നീ മറന്നേക്ക്. അബി എന്താടി? നീ ഇപ്പോൾ പറഞ്ഞ ആ തെണ്ടി ഉണ്ടല്ലോ, അതാണ് നിന്റെ ജീവേട്ടൻ. അത് കേട്ടതും അബി കിളി പോയി നിൽക്കുവാണ്. അബി നീ എന്താ ഒന്നും മിണ്ടാത്തത്? എന്തോന്നും മിണ്ടാൻ? ഈ ട്വിസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്നാലും ജീവേട്ടൻ ഈ സീൻ പിടുത്തൊക്കെയും കഴിഞ്ഞിട്ടാണോ ഇങ്ങനെ മസിൽ പിടിച്ച് നടക്കുന്നത്? സമ്മതിക്കണം കേട്ടോ. സത്യം പറ, അന്നെന്താ ശരിക്കും നടന്നത്? കുന്തം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, അതിൽ കൂടുതലൊന്നും നടന്നിട്ടില്ല. ശരി. എന്നാലും എൻ്റെ ജീവേട്ടാ. അബി പ്രത്യേക താളത്തിൽ പറഞ്ഞു. ആരവിനൊന്ന് നോക്കി. അപ്പോഴാണ് നമ്മുടെ പുത്തംപുരയ്ക്കൽ വീട്ടിലോട്ട് അബിയുടെ കണ്ണുകൾ നീളുന്നത് ആരും ശ്രദ്ധിക്കുന്നത്. അവിടെ നിൽക്കുന്ന ആളെ കണ്ടതും അബിയുടെ മുഖം വിടർന്നു. അവിടുത്തെ മൂത്ത കൊച്ചുമകൻ സിദ്ധാർത്ഥ ആയിരുന്നത്. അവൻ മുകളിലെ നിലയിലെ ബാൽക്കണിയിൽ നിന്നും കോഫി കുടിക്കുമായിരുന്നു. ദേടി സിദ്ധുവേട്ടൻ, അബി വിടർന്ന കണ്ണുകളോടെ പറഞ്ഞു. അബി ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തി കൈ ഉയർത്തി കാണിച്ചു ഒരു ഹായ് കൊടുത്തു. അത് സിദ്ധു കാണുകയും ചെയ്തു. അവൻ കണ്ട ഭാവം നടിച്ചില്ല. അത് കണ്ടതും അബിയുടെ മുഖം വാടിയെങ്കിലും അവൾ വിടാൻ തയ്യാറല്ലായിരുന്നു. അവൾ അവന് നേരെ ഫ്ലൈയിങ് കിസ് വാരി വിതറി. അതോടെ സിദ്ധു ദേഷ്യത്തോടെ അവിടെ നിന്ന് പോയി. പോയല്ലോ ദുഷ്ടൻ. എടി നീ ഇത് എന്ത് ഭാവിച്ച? ആരെങ്കിലും കണ്ടിരുന്നെങ്കിലോ? ആരും അവളെ ശാസിച്ചു. കാണട്ടെ, കണ്ടെങ്കിലല്ലേ ഇക്കാര്യത്തിൽ വല്ലതൊക്കെ നടക്കുള്ളൂ. എന്ത് നടക്കാൻ? അതിനാ ചേട്ടന് നിന്നെ കണ്ണെടുത്താൽ കണ്ടൂടല്ലോ. ആര് പറഞ്ഞു? അങ്ങനെയൊന്നുമില്ല. പുള്ളിക്കാരന് എന്നോട് ചെറിയ ഇഷ്ടമൊക്കെ ഉള്ളതാ. കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാൻ അങ്ങേരുടെ പിറകാണെന്ന കാര്യം ആ വീട്ടിൽ ആർക്കെങ്കിലും അറിയോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരോടെങ്കിലും അങ്ങേരിത് പറഞ്ഞോ? എന്നോട് ചെറിയ ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ അങ്ങേര് മൗനം പാലിക്കുന്നത്. ശരി, എന്നാൽ നിങ്ങൾക്ക് ഒന്നിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്നും അടിയും ഇടിയും വെട്ടും കുത്തും ഇതൊക്കെയാണ്. അതിൻ്റെ ഇടയിലാണ് നിന്റെ പ്രേമം. എടി മുത്തശ്ശൻ ഇത് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അത് പോട്ടെ, നിന്റെ അച്ഛനായ ഹരിയച്ഛൻ ഇത് സമ്മതിക്കുമോ? അതൊക്കെ പോട്ടെ, നിന്റെ ആകാശേട്ടനും ജീവേട്ടനും ഇത് സമ്മതിക്കുമോ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. സമ്മതിക്കും, എല്ലാവരും സമ്മതിക്കും. അതോടെ ഇരു വീട്ടുകാരും തമ്മിലുള്ള പ്രശ്നങ്ങളും തീരും. നീ നോക്കിക്കോ. പിന്നെ അന്ന് കാക്ക മലർന്ന് പറക്കും. എന്നാ നീ കാക്ക മലർന്ന് പറക്കുന്നതേ കാണാൻ കാത്തിരുന്നോ? അങ്ങനെ അബിയും ആരവും സംസാരിക്കുന്നതിനിടയിലാണ് ജോഗിങ് കഴിഞ്ഞു വന്ന ജീവ ഇരുവരെയും ശ്രദ്ധിക്കുന്നത്. രണ്ടുപേരും ഭയങ്കര ചർച്ചയിലാണല്ലോ. ഇനിയിപ്പോൾ ഇവളെല്ലാം വിളമ്പിക്കാണോ? അതും മനസ്സിൽ പറഞ്ഞ് ജീവ ഇരുവരുടെയും അരികിലേക്ക് ചെന്നു. ഗാർഡനിലെ പുൽത്തകടിയിൽ ഇരിക്കുമായിരുന്നു ഇരുവരും. 2 പേരുടെയും മടിയിൽ പൂച്ചക്കുഞ്ഞുങ്ങളുണ്ട്. 2ഉം അവറ്റകളെ ഉമ്മ വെച്ച് കളിക്കുന്നത് കണ്ടതും ജീവക്ക് അറപ്പ് തോന്നി. തങ്ങളുടെ അരികിലേക്ക് നടന്നു വരുന്ന ജീവയെ കണ്ട് ഇരുവരും ഒന്ന് നോക്കി. എന്നാൽ അവൻ്റെ കണ്ണുമായി ഒരു നിമിഷം ആരുവിൻ്റെ കണ്ണുകൾ ഉടക്കിയതും അവൾ പെട്ടെന്ന് നോട്ടം മാറ്റി. ഗുഡ് മോർണിംഗ് ജീവേട്ടാ, ജോഗിങ് കഴിഞ്ഞോ? ജീവ പതിയെ ഒന്ന് മൂളി. ഭാര്യ അന്വേഷിച്ചു വന്നതാ? അത്ര കേട്ടന് ആരുവിനെ മിസ് ചെയ്തോ? അങ്ങനെയൊന്നുമില്ല, ഞാൻ വെറുതെ ഇതുവഴി പോയപ്പോൾ. എന്നാ ചേട്ടൻ ഇവിടെ ഇരിക്കുകയെന്നും പറഞ്ഞ അബി അവൻ്റെ കൈ പിടിച്ച് വലിച്ചു ആരുവിൻ്റെ അരികിൽ കൊണ്ടിരുത്തി. ആരു ആണെങ്കിൽ ശ്വാസം അടക്കി പിടിച്ച് തലയും താഴ്ത്തി ഇരിപ്പാണ്. മടിയിലെ പൂച്ചക്കുഞ്ഞിനെ അവൾ തലോടിക്കൊണ്ടേയിരുന്നു. നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി ഈ വൃത്തികെട്ട പൂച്ചക്കുട്ടികളെ? അബി, അതിനെ കൊണ്ട് കള, വല്ല അസുഖം വരും കേട്ടോ. വൃത്തികെട്ട പൂച്ചയോ? ഒന്ന് പോ ജീവേട്ടാ. എന്തായാലും മനുഷ്യരെക്കാളും ഭേദം ഇവറ്റകളാ. അതൊക്കെ പോട്ടെ ജീവേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് നൈറ്റ്? അബിയുടെ ചോദ്യം കേട്ട് ആരുവും ജീവയും ഒരുപോലെ ഞെട്ടി. ആരു അബിയെ നോക്കി വേണ്ടെന്ന പോലെ കണ്ണുകൊണ്ട് കാണിച്ചു. പറ ജീവേട്ടാ. ജീവ ഒന്നും മിണ്ടുന്നില്ല എന്നറിഞ്ഞ അബി വീണ്ടും ചോദിച്ചു. അബി, ഒരു ചേട്ടനോട് അനിയത്തി ചോദിക്കേണ്ട ചോദ്യമാണോ ഇത്? തനിക്ക് ആ ചോദ്യം ഇഷ്ടമായില്ല എന്നത് ജീവ പ്രകടമാക്കി. എൻ്റെ ജീവേട്ടാ, ഇപ്പോൾ ചേട്ടൻ അനിയത്തി അങ്ങനെയൊന്നും ഇല്ലെന്ന്. ഇത് ന്യൂ ജനറേഷനാ. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യനൊക്കെയും പ്രതീക്ഷിക്കാം. അല്ലെങ്കിലും ഞാൻ ഏട്ടനോട് നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് സ്റ്റോറി മുഴുവനും പറയാനൊന്നും പറഞ്ഞില്ലല്ലോ. ജസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചതല്ലേ ഉള്ളൂ.
അഭി തനിക്കിട്ട് കുത്തുന്നതാണെന്ന് മനസ്സിലാക്കിയ ജീവ അവളെ വെറുതെ വിടാൻ ഒരുക്കമല്ലായിരുന്നു. കൂടെ ആരവിനെയും. രണ്ടും കൽപ്പിച്ച് ജീവ ആരവിൻ്റെ ഇടുപ്പിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. അവൻ്റെ പ്രവൃത്തിയിൽ ആരവും അഭിയും ആകെ വണ്ടറടിച്ചു നിൽപ്പാണ്. ജീവ അവളുടെ കാതോരം ആർദ്രമായി പറഞ്ഞു, ആദ്യ, ഞാൻ പറയട്ടെ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് എങ്ങനെയുണ്ടായിരുന്നു എന്ന്. അവൻ്റെ കൈ തൻ്റെ ഇടുപ്പിൽ അമർന്നതും അവളുടെ അടിവയറ്റിൽ എന്തോ കൊളുത്തി വലിക്കുന്നത് പോലെ തോന്നി. അവൻ്റെ വശ്യതയാർന്ന സ്വരം കാതിൽ പതിഞ്ഞതും ആരവിൻ്റെ ശരീരം വിറക്കാൻ തുടങ്ങി. അവൻ്റെ നിശ്വാസം മുഖത്ത് തട്ടിയതും ശ്വാസം എടുക്കാൻ പോലും അവൾ മറന്നുപോയിരുന്നു. പറയട്ടെ ആദ്യ? അവളുടെ കണ്ണിൽ നോക്കിയായിരുന്നു അവൻ്റെ ആ ചോദ്യം. അവൻ്റെ ആ നോട്ടം താങ്ങാനാവാതെ അവൾ മിഴികൾ താഴ്ത്തി. ഇത്രയും മനോഹരമായ രാത്രി ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലേ ആദ്യ? അത്രയും അറിഞ്ഞാൽ പോരെ എൻ്റെ അനിയത്തിക്ക്? മതി മതി, എന്നാ ഞാൻ പോട്ടെ. യു ക്യാരി ഓൺ ബ്രോ. റൊമാൻറ്റിക്കായ ജീവയെ കണ്ടതും ഇനിയും താനിവിടെ ഇരിക്കുന്നത് അത്ര പന്തിയല്ല എന്നും തന്നെ കാണിക്കാൻ ജീവേട്ടൻ എന്ത് വേണമെങ്കിലും ചെയ്തെന്ന് വരാമെന്നും അത് ആരുവിന് താങ്ങാൻ പറ്റില്ല എന്നറിഞ്ഞ അഭി മെല്ലെ അവിടെ നിന്ന് സ്കൂട്ടായി. അഭി പോയതും ജീവയുടെ മുഖത്ത് പതിവ് ഭാവം നിറഞ്ഞു. ഇത്രയും നേരം തന്നെ പ്രണയത്തോടെ നോക്കിയ ആ കണ്ണുകളിൽ നിർവികാരതയും ദേഷ്യവും. അവളെ നിന്നുള്ള ആ പിടി അയച്ചു എഴുന്നേൽക്കാൻ നേരാണ് തറയിൽ കുത്തിവെച്ചിരിക്കുന്ന അവൻ്റെ കയ്യിലേക്ക് ഒരു പൂച്ചക്കുട്ടി വന്നിരിക്കുന്നത്. പിന്നിൽ വെച്ചിരുന്ന കൈ ആയിരുന്നതിനാ പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്നറിയാതെ ജീവ പേടിയോടെ നിലവിളിച്ചുകൊണ്ട് ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞതും നേരെ ചെന്ന് വീണത് ആരുവിൻ്റെ മേലേക്കും. അവൻ്റെ ആ വീഴ്ചയിൽ ആരു ബാലൻസ് തെറ്റി മലർന്നു വീണു. ഒപ്പം ജീവയും. അന്നേരം ജീവയുടെ ചുണ്ടുകൾ ആരുവിൻ്റെ കവിളിൽ പതിഞ്ഞു. ആരുവിൻ്റെ മേലെയാണ് ജീവ ഇപ്പോഴുള്ളത്. ആ ചുണ്ടുകൾ ഇപ്പോഴും അവളുടെ കവിളിൽ അമർന്നിരിക്കുവാണ്. ആരുടെയോ നിലവിളി കേട്ടിട്ടാണ് എല്ലാവരും അകത്തു നിന്ന് വരുന്നത്. അപ്പോൾ കാണുന്നത് ഈ ചുംബന സീനാണ്. ഈ കുട്ടികളുടെ ഒരു കാര്യേ, മുറ്റത്ത് നിന്നാണ് ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത് എന്നും പറഞ്ഞു എല്ലാവരും ചിരി അടക്കി പിടിച്ച് അകത്ത് പോയപ്പോൾ ഈ അടിപൊളി രംഗം ശിവാനി കയ്യിലുണ്ടായിരുന്ന ഫോണിൽ പകർത്തി. ജീവ അവളുടെ മേലേന്ന് ചാടി എഴുന്നേൽക്കാൻ നോക്കിയപ്പോൾ മറ്റൊരു പൂച്ചക്കുഞ്ഞ് അവൻ്റെ കാലിൽ പിടിച്ച് തൂങ്ങിയതും വീണ്ടും ജീവ പേടിച്ച് അവളുടെ മേലേക്ക് തന്നെ വീണു. ഇത്തവണ അവൻ്റെ അതരം പതിഞ്ഞത് വിറകൊള്ളുന്ന അവളുടെ അതരത്തിലാണ്. ആരു കണ്ണിറുക്കി അടച്ചു. ഇരുവരുടെയും നിശ്വാസങ്ങൾ തമ്മിൽ കലർന്നു. അതോടെ ചുറ്റും നിന്ന് ഇത് നോക്കുന്ന പെൺപിള്ളേരുടെയും ആൺപിള്ളേരുടെയും കണ്ണുകൾ അഭിയും ആകാശം പൊത്തിപ്പിടിച്ചു. ദൈവമേ, ഇന്നലെ എനിക്ക് കല്യാണം വേണ്ട എന്ന് പറഞ്ഞ ഇവൻ തന്നെയാണോ ഇത്? മനുഷ്യൻ ഇത്രയും പെട്ടെന്ന് മാറ്റം സംഭവിക്കുമോ? ദൈവത്തിൻ്റെ ഓരോ വികൃതികളെ. മദ്യ പിള്ളേരെ സീൻ പിടിച്ചതേ എന്നും പറഞ്ഞ ആകാശ് എല്ലാത്തിനെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എല്ലാവരും പോയതും ജീവ അവളിൽ നിന്നും അകന്നു മാറി. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കാൻ മടി തോന്നി. അവൻ ചമ്മിയ മുഖം മറച്ചു പിടിച്ചു ഒന്നും മിണ്ടാതെ പോകുന്നത് ആര് നോക്കി നിന്നു പോയി.